അപ്പോൾ തിരുവനന്തപുരത്തിന്റെ മണ്ണില് സിനിമകളുടെ മേളത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ IFFK നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിയാറായി. അപ്പൊ ഇവിടെ ഒത്തിരി പേര് സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒത്തിരി നല്ല സിനിമകൾ കാണാൻ പറ്റിയിട്ടുമുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഈ സിനിമേനെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അതുപോലെ ഏതൊക്കെ സിനിമകളാണ് ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെ സിനിമകൾ കണ്ടു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ IFFK എന്നാൽ എന്താണ് അവർക്കൊക്കെ നൽകുന്ന വികാരം, ഇതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വഴി അറിയാം. 29ാമത്തെ IFFK നടക്കുകയാണ്. അപ്പൊ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഈ വർഷത്തെ ശരിക്കും പറഞ്ഞാൽ IFFK മിസ്സായി എന്നോണം പറയാം. ഞാൻ പാസ് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 15 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ 15 വർഷം മുമ്പ് സിനിമ എടുക്കാതിരുന്ന സുഹൃത്തുക്കൾ സിനിമ എടുത്ത് ഈ IFFK തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഭാഗമാക്കിയ പടങ്ങൾ ഇവിടെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല കുറേ ഓർമ്മകളുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അത് തന്നെയാണ് സന്തോഷം. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ബ്രദർ ഡയറക്ടറാണ്. ഞങ്ങളുടെ ഫിലിം ഇവിടെ ചെയ്തിട്ടുണ്ട്. സജിൻ എൻ്റെ ഫ്രണ്ടാണ്, ബിരിയാണിയുടെ ഒക്കെ ഡയറക്ടർ. അവൻ്റെ ലൈഫ് തുടങ്ങുന്നത് തന്നെ IFFK എന്നാണ്. IFFKയിൽ കണ്ട് പടങ്ങൾ എടുക്കാമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇൻഡസ്ട്രിയിലോട്ട് വന്നത്. ഇപ്പോൾ 29ാമത്തെ IFFKയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ എന്താ തോന്നുന്നത്? സ്ഥിരമായിട്ട് വരുന്ന ആളാണോ? സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. 2015 മുതൽ 2012 മുതൽ വരുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഡെലിഗേറ്റ്സ് ആണോ, എന്താണ്? ഡെലിഗേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അന്നും സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോഴും സ്റ്റുഡൻ്റ് ആണ്. ഈ ഒരു സമയമാവുന്ന സമയത്ത് നമുക്ക് അവിടെ ഇരിപ്പുറയ്ക്കത്തില്ല, നാട്ടിൽ ഇരിപ്പുറയ്ക്കത്തില്ല. നമ്മുടെ കുറേ സൗഹൃദങ്ങൾ, ഇവിടുത്തെ ഒരു വൈബ്, ഇതൊക്കെ ആസ്വദിക്കാതെ നമുക്കങ്ങ് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സിനിമ കാണാൻ പറ്റിയോ? ഇത്തവണ കാണാൻ പറ്റില്ല. ഞാൻ വേറെ കുറച്ച് റിസർച്ചിന്റെ ഭാഗമായിട്ടൊക്കെ തിരക്കിലായിരുന്നു. എന്നാലും ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് അതൊരു സമാധാനം കിട്ടുള്ളൂ. എല്ലാവരുടെയും അവസ്ഥ തന്നെ, ചോദിച്ചവരൊക്കെ പറയുന്നത്. ചേച്ചി എങ്ങനെ ഇതേപോലെ തന്നെയാണോ? വൈബ് പിടിക്കാൻ തന്നെയാണോ? സ്ഥിരമായിട്ട് വരുന്നതാണോ? സ്ഥിരമായിട്ട് വരുന്നതാണ്. എങ്ങനെ സൗഹൃദങ്ങളൊക്കെ കണ്ടുമുട്ടിയോ? എല്ലാരും ഇപ്പൊ കഴിയാറായി. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് ഇതാണ്. ആണ്. ഇവിടുന്ന് കിട്ടിയത് തന്നെയാണോ? അല്ലല്ല. ഓക്കെ, ശരി. പേരെന്താ? ആലിസ്. ശ്രീജ. പേരെന്താ? അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ IFFKയുടെ പലത് കണ്ടു, സിനിമകൾ കാണുന്നുണ്ട്, പലരും സിനിമ കാണാൻ വേണ്ടി ഇരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇത് പെയിന്റിംഗ് ഒക്കെ മുഖത്ത് ചെയ്ത് ഇരിക്കുന്നു. ഇതെന്താ സംഭവം? ഇത് യാത്രിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ആണ്. നമ്മള് ഹ്യൂമൻ റൈറ്റ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്യൂർ ആയിട്ടുള്ള ആൾക്കാരിലാണ് നമ്മൾ മെയിൻ ഫോക്കസ് വരുന്നത്. ക്യൂർ ആയിട്ടുള്ള AFAB ആയിട്ടുള്ള ആൾക്കാർ. AFAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻഡ് ഫീമെയിൽ അറ്റ് ബർത്ത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവരിലാണെങ്കിൽ നമ്മൾ മാർജിനൈസ്ഡ് ആയിട്ടുള്ള വേറെ ആൾക്കാർക്കും റിസോഴ്സസും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഈ യാത്രികന്റെ വേർഡ് കൂടുതൽ ആൾക്കാർ അറിയുക, അവർ ആവശ്യമുള്ള വ്യക്തികൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക എന്നാണ് നമ്മളൊരു ഐഡിയ ഉള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, അതായത് വർക്ക് വൈസോ വോളണ്ടിയറിങ് വൈസോ അത് ഡൊണേഷൻ വൈസോ, നമ്മളുടെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സും പിൻസും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മേടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതും ചെയ്യാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ IFFKയിൽ വന്നത്. ഇപ്പൊ IFFKയുടെ ടാഗ് ഒക്കെ ഉണ്ട്. സിനിമകളൊക്കെ കണ്ടോ? സിനിമകൾ കാണുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് അല്ലായിരുന്നു. ഓരോ ദിവസവും നമ്മളുടെ സഹയാത്രയിലത്തെ ടീം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കാണുന്നേ ഉള്ളൂ. യൂഷ്വലി വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പൊ കണ്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കുറെ സിനിമകളുണ്ട്. ഗേൾ ഫോർ എ ഡേ, സബ്സ്റ്റൻസ്, പിന്നെ യങ് ഹാർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി, പിന്നെ അപ്പുറം. അപ്പുറം നല്ല മൂവിയാണ്. തിയേറ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ കുറെ സിനിമ ഉണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും പേര് ഓർമ്മയില്ല, കാരണം എല്ലാം വേറെ ഇതിന്റെ വർക്കും എല്ലാം കൂടി ഉള്ള കാരണം ഇപ്പൊ ഓർമ്മ വന്ന് ഇത്രയും പേരുകളേ ഉള്ളൂ. IFFK സ്ഥിരമായി വരുന്ന ആളാണോ? കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു ഇതിന് IFFK പേര് തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? IFFK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി കൂടുതൽ പ്രോഗ്രസീവ് അല്ലെങ്കിൽ പുതിയ ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ കുറച്ച് കേൾക്കാൻ ചെവി തരുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്ന് പറയണില്ല, നല്ല ടോക്സിക് ആൾക്കാരും വരുന്ന സ്പേസ് ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പൊ അത് കാരണം നമ്മൾ ഈ വേദി മാത്രമല്ല, കേരളത്തില് കുറെ ആർട്ട് ഫെസ്റ്റിവലില് കുറെ പ്രോഗ്രസീവ് ആൾക്കാർ വരുമ്പോൾ ഇറ്റ്ഫോക്ക് പോലത്തെ സ്ഥലമാണെങ്കിലും KLF പോലത്തെ സ്ഥലമാണെങ്കിലും നമ്മളിനി അവിടെയൊക്കെ ഉണ്ടാവും. ഇറ്റ്ഫോക്ക് ഈ പ്രാവശ്യം ക്യാൻസൽ ചെയ്താരണം അറിയില്ല. അവിടെ പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം വരാൻ നോക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച്. IFFK വേദിയിലിരിക്കുന്നു. അപ്പൊ സ്ഥിരമായിട്ട് വരുന്ന ആളാണോ? എന്താണ് IFFK വേദികൾ തിരഞ്ഞെടുക്കാൻ കാരണം? എന്തൊക്കെ തോന്നുന്നത്? ഇത് ഞാനൊരു 4-5 വർഷമായിട്ട് വരുന്നതാണ്. അപ്പം സാധാരണ ഞാൻ വന്ന സിനിമ കാണാറൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇവിടെ കൂട്ടുകാരുമായിട്ട് വന്ന് അപ്പോൾ എല്ലാ വർഷവും വരുന്ന കുറേ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ ഒരു താമസം. പക്ഷേ ഈ വർഷം ഞങ്ങൾ കുറേ സിനിമകൾ സെലക്ട് ചെയ്ത് കാണാൻ പറ്റി. അത് നല്ലൊരു പുതിയ അനുഭവമായിരുന്നു. നമുക്ക് കാണാൻ പറ്റാത്ത കുറേ സിനിമകൾ, അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന് പറയുമ്പം ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള സിനിമകൾ വരുന്നുണ്ടല്ലോ. അപ്പം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത സിനിമകളൊക്കെ ഇവിടെ കണ്ട ഒരു സംതൃപ്തിയുണ്ട് ഇത്തവണ. ഇതിപ്പോ എത്ര വർഷമായി തുടർച്ചയായിട്ട് വരുന്നത്? ഒരു 5 വർഷമായി 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. പിന്നെ എല്ലാ മേഖലയിലുള്ളവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമല്ലോ. എല്ലാ ചിന്താഗതിയുള്ളവർ, പല പല വ്യക്തികൾ, പല പല കൾച്ചറുകൾ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു വേദിയാണ് IFFK. അതിനപ്പുറം മറ്റ് വിഭാഗീയത, വർഗീയത ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരെ പോലെ. ഇപ്പം ഒരാൾ, നമ്മൾ പരിചയമില്ലാത്ത ഒരാൾ നടന്നു പോയാൽ പോലും നമ്മളെ കാണുമ്പം ചിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം അതൊരു പ്രത്യേക അനുഭവമാണ്. ആ ഒരു നമ്മുടെ ടെൻഷനും ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ അറിയാമല്ലോ, എല്ലാവരും സമയമില്ലാത്ത ആളുകളാണ്. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. അതിനുവേണ്ടി കുറച്ച് സമയം ചെലവാക്കും. എല്ലാ വർഷവും അങ്ങനെ വരാറുണ്ട്. പേര്? മഞ്ജുക്കുട്ടൻ, സ്ഥലം? കരുനാഗപ്പള്ളി. ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഫസ്റ്റ് ടൈം IFFK എങ്ങനെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഇങ്ങോട്ട് വരാനുള്ള തോന്നലുണ്ടായേ? അത് പപ്പയൊക്കെ എപ്പോഴും വന്നിട്ട് പറയും കൊള്ളാം, അങ്ങനെയാണ്. സോ ആഗ്രഹം തോന്നിയിട്ട് വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയി വരാൻ? പനിയായിട്ട് കിടക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ വന്നിട്ട് ഇനി ഇവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതിയോ? അത് പോരാ, ഒന്ന് വന്നതിന്റെ റെസ്റ്റ്. അപ്പൊ എന്തായാലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ മൊത്തത്തിൽ. താങ്ക് യു.